യേശുവേ സ്തുതി, യേശുവേ നന്ദി. പരിശുദ്ധമായി ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് റാണി ജോസഫ്. ഞാൻ ഇടുക്കി ജില്ലയിലെ കുമളി അണക്കര എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. 2019 ജൂലൈ 20-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് 7 വർഷം മുമ്പായി എനിക്ക് അതിശക്തമായ ശരീരവേദനയായിരുന്നു. ശരീരം മുഴുവനും സൂചി കുത്തുന്ന പോലെയുള്ള വേദന. രാത്രിയിലൊന്നും എനിക്ക് ഉറങ്ങാൻ സാധിക്കില്ല. 1 മണി 2 മണിയൊക്കെ ആവും ഞാൻ ഉറങ്ങുമ്പോൾ. എത്ര കൊന്ത ചൊല്ലിയാലും ഞാൻ ഉറങ്ങുകയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനം ഞാൻ കൂടുമായിരുന്നു. അല്ലാത്തപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് അച്ഛൻ്റെ ധ്യാനം ലൈവായിട്ട് വീട്ടിലിരുന്ന് കൂടുമായിരുന്നു, സാക്ഷ്യങ്ങൾ കാണുമായിരുന്നു. അങ്ങനെ ഒരു ദിവസത്തെ ഉടമ്പടി ധ്യാനം ഞാൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിലെ വേദന കാരണം ഞാൻ കിടന്നുകൊണ്ടാണ് ധ്യാനം കൂടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ആ ധ്യാനത്തിൽ മയങ്ങിപ്പോയി. അപ്പോൾ പരിശുദ്ധ അമ്മ കൃപാസനത്തിലെ ഒരു ചേച്ചിയായിട്ടാണ് എൻ്റെ അടുക്കൽ വരുന്നത്. കൂടെ കൃപാസനത്തിലെ റോസ് കോട്ടിട്ട് പെട്ടി തൂക്കിയ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ മാതാവ് എന്നോട് ചോദിച്ചു, നിൻ്റെ മോൻ്റെ പഠിത്തം, അവൻ്റെ സ്വഭാവം, ഇതൊക്കെയല്ലേ നിൻ്റെ വിഷമങ്ങൾ? അപ്പോൾ ഞാൻ പറയും ഉവ്വ് ചേച്ചി. അപ്പോൾ ചേച്ചിയായിട്ടാണ് എൻ്റെ അടുക്കൽ വരുന്നത്. ഞാൻ പറയും ഉവ്വ് ചേച്ചി. അപ്പോൾ മാതാവ് അതിനെക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കുന്നില്ല. മാതാവ് എന്നോട് ചോദിക്കും, നിൻ്റെ കൂടെ ആരാണുള്ളത്? അപ്പോൾ ഞാൻ പറയും എൻ്റെ കൂടെ ആരുമില്ല. അപ്പോൾ മാതാവ് വീണ്ടും ചോദിക്കും, നിൻ്റെ കൂടെ ഒരാളുണ്ടല്ലോ? അപ്പം ഞാൻ പറയും ഇല്ല ചേച്ചി, എൻ്റെ കൂടെ ആരുമില്ല. അപ്പോൾ എന്നെ മാതാവ് ഇങ്ങനെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് എൻ്റെ തലയിൽ കൈ വയ്ക്കും. അപ്പോൾ എൻ്റെ ശരീരത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അനുഭവപ്പെട്ട എന്തൊക്കെയോ എനിക്ക് സ്വപ്നത്തിൽ ഞാൻ ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞു പോകുന്ന പോലൊരവസ്ഥ. അപ്പോൾ അതിനുശേഷം കുറേ സമയം അതിൽ ഞാൻ അങ്ങനെ അങ്ങായിരുന്നു. അതിനുശേഷം ഞാൻ പെട്ടെന്ന് എന്നെ കൈ പിടിച്ച് മുമ്പോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം പിന്നെ ഞാൻ ഈ കൃപാസനത്തിൻ്റെ ഈ ഭാഗങ്ങളാണ് പിന്നെ ഞാൻ കാണുന്നത്. അപ്പോൾ എന്നോട് പറയും, മോളുടെ വീട് എനിക്ക് വലിയ ഇഷ്ടമാണ്, എൻ്റെ ഈ ഭവനം പോലെയാണ് എനിക്ക് മോളുടെ വീട് തോന്നുന്നത്, അവിടെ മോൾക്കൊരു ഗ്രോട്ടോ ഇല്ലേ എന്നെന്നോട് ചോദിക്കും. അപ്പോൾ എനിക്ക് വീട്ടിൽ മാതാവിന് വേണ്ടി ഒരു ഗ്രോട്ടോയുണ്ട്. എനിക്ക് റോസാ മിസ്റ്റിക്ക മാതാവാണ്. അപ്പോൾ എന്നോട് പറയും, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ന് പറയും. എന്നിട്ട് എൻ്റെ കൈ വിട്ടിട്ട് മുമ്പോട്ട് നടക്കും. ഈ കൃപാസനത്തിലെ പെട്ടി തൂക്കിയ ആ റോസ് കോട്ടിട്ട പെൺകുട്ടിയുടെ മുൻപോട്ട് പോവും. അപ്പോൾ ഒരു തുള്ളി വെള്ളം, അതിശക്തമായ ഒരു തുള്ളി വെള്ളം എൻ്റെ ഷോൾഡറിൽ വന്ന് മുകളിൽ നിന്ന് വന്ന് പതിച്ചു. അപ്പോൾ അതിനുശേഷം ഇത്രയും ഞാൻ രണ്ട് വർഷത്തിന് മേളിലായി ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇന്ന് വരെ എനിക്ക് ആ ശരീരത്തിലെ ആ വേദന എനിക്ക് ഉണ്ടായിട്ടില്ല. രണ്ടാമതായി എൻ്റെ ഉപ്പൂറ്റിക്ക് 4 വർഷമായിട്ട് അതിശക്തമായ ഉപ്പൂറ്റി വേദന ഉണ്ടായിരുന്നു. അത് രാവിലെ കട്ടിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് കാല് തറയിൽ കുത്താൻ പറ്റില്ലായിരുന്നു. ഞാൻ ഭിത്തിയിൽ പിടിച്ചാണ് നടക്കുന്നത്. കുറച്ച് സമയം നടന്നാൽ മാത്രമേ എനിക്ക് കാല് തറയിൽ നന്നായിട്ട് കുത്തുവാൻ സാധിക്കുകയുള്ളായിരുന്നു. ആ ഉപ്പൂറ്റി വേദന 2019 അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ ഇവിടുന്ന് അർത്തുങ്കൽ വരെ നടന്നു. ആ അഖണ്ഡ ജപമാല റാലിക്ക് ശേഷം എൻ്റെ ആ ഉപ്പൂറ്റി വേദന പരിപൂർണമായിട്ടും സുഖപ്പെട്ടു. പിന്നീടുള്ളത് എനിക്ക് കോവിഡ് വാക്സിൻ എടുത്തതിൻ്റെ ഫലമായിട്ട് ജൂലൈ 1 ഞാൻ കോവിഡ് വാക്സിൻ എടുക്കുന്നത്. ആ വാക്സിൻ എടുത്ത അന്ന് മുതൽ എനിക്ക് അതിശക്തമായ തലവേദനയായിരുന്നു. 1.5 മാസത്തോളം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന തലവേദനയായിരുന്നു. അത് മരുന്ന് കഴിച്ച മാറിയ തലവേദനയായിരുന്നു. പക്ഷേ ഈ വാക്സിൻ എടുത്തപ്പോൾ വീണ്ടും എനിക്ക് ആ തലവേദന ഉണ്ടായി. അതിൻ്റെ മരുന്നുകൾ വാങ്ങിച്ച് ഞാൻ കഴിച്ചു. പക്ഷേ എനിക്ക് തലവേദനയ്ക്ക് ഒരു കുറവും ഉണ്ടായില്ല. മൈഗ്രെയിൻ്റെ അതിശക്തമായ കട്ടി കൂടിയ ഗുളികകൾ ഞാൻ കഴിച്ചു. എനിക്ക് മാറ്റമുണ്ടായില്ല. അപ്പോൾ എനിക്ക് തല നേരെ വെച്ച് കിടക്കാൻ പറ്റത്തില്ല. എനിക്ക് നേരെ വെച്ച് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് തലയ്ക്കാവും വിങ്ങിപ്പൊട്ടുകയാണ്. ഒരു ഇടത് സൈഡ് ചെരിഞ്ഞ് കിടക്കാൻ പറ്റുകയില്ല. അപ്പോൾ എൻ്റെ തലയിലെ ഞരമ്പ് പിടയ്ക്കുന്നത് എൻ്റെ ചെവിക്കകത്ത് എനിക്കറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ 1.5 മാസത്തോളം ആ വേദന അങ്ങനെ നിന്നു. ഒരു ദിവസം എനിക്ക് കിടക്കാൻ വയ്യാതെ ഞാൻ കൃപാസന മാതാവിനോട് പറഞ്ഞു, പരിശുദ്ധി അമ്മേ, ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം, എൻ്റെ ഈ തലവേദന അമ്മ മാറ്റിത്തരണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 1 മണിക്കൂർ ഞാൻ ആദ്യം മുതൽ കൃപാസനത്തിൽ വന്ന ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് 1 മണിക്കൂർ ഞാൻ കിടന്നു. 1 മണിക്കൂറിന് ശേഷം എനിക്ക് തല നേരെ വെച്ച് കിടക്കാമെന്നായി. രാവിലെ ഞാൻ എണീക്കുമ്പോൾ എനിക്ക് എൻ്റെ ഈ തലവേദന പൂർണ്ണമായിട്ടും വിട്ടുമാറി.
പിന്നെയുള്ളത് എൻ്റെ ഭർത്താവിൻ്റെ ചാച്ചന് കാലിൽ 2 വിരലുകളിൽ മുറിവുകളുണ്ടായിരുന്നു. മുറിവുകൾ മുട്ടിന് കീഴ്പോട്ട് രക്തയോട്ടമില്ലാഞ്ഞതുകൊണ്ട് ആ മുറിവുകൾ പിന്നെ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ ചെയ്തു, എന്നിട്ട് മുറിവുകൾ കരിയില്ലായിരുന്നു. വിരലുകൾ മുറിച്ച് കളയണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. 2 വിരൽ. ചാച്ചന് 2 തവണ മൈനർ അറ്റാക്ക് വന്നതാണ്. അതുകൂടാതെ ചാച്ചന് സ്ട്രോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പേടിയുമായിരുന്നു ചാച്ചനും. അപ്പോൾ ഇത് മുറിച്ച് കളയണമെന്ന് തീർത്തും ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു കൊള്ളാം, ചാച്ചൻ്റെ കാലിലെ മുറിവ് പരിപൂർണമായി സുഖപ്പെടുത്തണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അതിനുശേഷം മുറിവ് പതിയെ ഉണങ്ങി. ഇപ്പോൾ ഒരു കുഴപ്പവും ചാച്ചൻ്റെ കാലിലില്ല. ഉടമ്പടി, പിന്നെ എനിക്ക് പറയാനുള്ളത് ഉടമ്പടി ധ്യാനം. ഞാൻ ഈ ഏപ്രിൽ മാസം ജൂലൈ 2021 ഏപ്രിൽ മാസം ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനം, അന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ 2 രോഗശാന്തികളാണ് ഈ അൾത്താരയിൽ പറഞ്ഞത്. അത് ഒന്ന് പിന്നെ ഡീഹൈഡ്രേറ്റ് ചെയ്തു പോയിരിക്കുന്ന ഒരു കാൽപാദം ഈശോ കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബാത്റൂമിൽ വർഷങ്ങൾക്ക് മുമ്പ് ബാത്റൂമിൽ ഒന്ന് വീണതിൻ്റെ ഫലമായിട്ട് എൻ്റെ 2 കാൽപാദം ബാത്റൂമിൻ്റെ സ്റ്റെപ്പിൽ പോയി ഇടിച്ച് കാൽപാദം ചുരുണ്ടു പോയായിരുന്നു. അപ്പോൾ ഈ വേദന എനിക്ക് ഇവിടെ ഞാൻ ഈ വരുന്നതിന് 2 മാസം മുമ്പാണ് എനിക്ക് ഈ വേദന ഈ 2 വിരലുകളിൽ തൊടാൻ പറ്റുകയില്ല. അത് ഷോക്ക് അടിക്കുന്ന പോലെയാണ്. ആരെങ്കിലും കാലിൽ ചവിട്ടിയാൽ നമ്മൾ കരഞ്ഞു പോകും. അതുപോലത്തെ വേദനയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ ഇവിടെ അൾത്താരയിൽ ഉടമ്പടി ധ്യാനം നടക്കുമ്പോൾ ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഡീഹൈഡ്രേറ്റ് ചെയ്തു പോയിരിക്കുന്ന ഒരു കാൽപാദം, ആ കാൽപാദത്തിൽ ഈശോ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, ഇത് എന്നെ ആയിരിക്കുമോ, എൻ്റെ കാലിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് എനിക്ക് തന്നെയായിരുന്നു. ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ അച്ഛൻ പറഞ്ഞ വേറൊന്ന്, എൻ്റെ കാലിൽ ഈ മുട്ടിന് കീഴ്പ്പുറത്തായിട്ട് ഒരു കറുത്ത ഒരു തവിട്ട് കളറിലൊരു പാടുണ്ടായിരുന്നു. ആ പാടിന് ചുറ്റും എനിക്ക് ഭയങ്കരമായ ചൊറിച്ചിലായിരുന്നു, ഭയങ്കരമായ ചൊറിച്ചിൽ. അപ്പോൾ ഉടമ്പടി ധ്യാനം ഇവിടെ കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞ വേറൊരു കാര്യമെന്ന് പറയുന്നത്, പിന്നെ മുട്ടിന് കീഴ്പ്പുറത്ത് അത് റോസാപ്പൂ പോലെയുള്ള പാടുകൾ, അതും എൻ്റെ കാലിലുണ്ടായിരുന്നു, ചുമന്ന റോസാപ്പൂ പോലെയുള്ള പാടുകൾ. അച്ഛൻ പറഞ്ഞിങ്ങനെ ചുമന്ന റോസാപ്പൂ പോലെയുള്ള പാടുകൾ ഇങ്ങനെ കാലിൽ കാണിക്കുന്നു. അപ്പോൾ അച്ഛൻ ആദ്യം പറഞ്ഞു അതൊരു വിസർപ്പമാണെന്ന് പറഞ്ഞു. അപ്പം ഞാനും എൻ്റെ ഉള്ളിൽ ചിന്തിച്ചിരുന്നത് എനിക്ക് വല്ല വിസർപ്പവുമാണോ, വിസർപ്പത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എൻ്റെ ഉള്ളിൽ വന്ന ചിന്ത എനിക്കിത് തന്നെയായിരുന്നു, എനിക്ക് വല്ല വിസർപ്പ രോഗവുമാണോ എന്നായിരുന്നു. അതിന് ചുറ്റും എനിക്ക് ശക്തമായ ചൊറിച്ചിലായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ആ ഒരു രോഗം സുഖപ്പെടുന്നു എന്ന് അച്ഛൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഈ ചൊറിച്ചിൽ കൂടുകയാണ് ചെയ്തത്. ചൊറിച്ചിൽ കൂടി എൻ്റെ സ്കിന്നിൻ്റെ പുറത്ത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഈ കുരുക്കൾ മൊത്തം നമുക്ക് ഒത്തിരി കുരുക്കൾ സ്കിന്നിനകത്ത് നമുക്ക് അനുഭവപ്പെട്ടു. ആ കുരുക്കൾ മുഴുവൻ പുറത്ത് ചാടി. 1 മാസത്തോളം ഇങ്ങനെ കുരുക്കൾ പുറത്ത് ചാടി. അത് ആ ചൊറിച്ചിൽ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇല്ല. ഇത്രയുമാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി.